ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2025 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആംഗിൾസ് എന്ന് പറഞ്ഞ 1ാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 13ാമത്തെയും 14ാമത്തെയും പേജിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. നോക്കൂ, ടെക്സ്റ്റ് ബുക്ക് കൈ കിട്ടാത്തതുകൊണ്ട് പേജ് നമ്പറിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം, ഒന്ന് ശ്രദ്ധിച്ചോളണേ. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മെഷർ ആൻഡ് മാർക്ക് ഈച്ച് ആംഗിൾ ബിലോ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്നിട്ട് കുറച്ച് ആംഗിൾസിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, അതൊക്കെ മെഷർ ചെയ്ത് എഴുതണം. അപ്പോൾ നോക്കൂ, ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ലൈന് കൂട്ടി യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. ആ ആംഗിൾ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? നമുക്കറിയാം, നമ്മുടെ ജിയോമെട്രി ബോക്സിലുള്ള പ്രൊട്ടാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊട്ടാക്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ആംഗിൾ അളന്നെഴുതണത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അളക്കേണ്ട ആ ഒരു ആംഗിളിൽ പ്രൊട്ടാക്ടർ ഈ ഒരു രീതിയിൽ, അതായത് ആംഗിൾ എന്ന് പറഞ്ഞത് രണ്ട് ലൈനുകൾ യോജിച്ചുണ്ടാകുന്നതല്ലേ. അപ്പോൾ ആ രണ്ട് വരകൾ ആ കൂട്ടി യോജിക്കുന്ന ആ ഒരു ഭാഗത്ത് പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു പോയിൻ്റ് ഉണ്ടാവും. ആ ഒരു പോയിൻ്റ്, ആ വരകൾ കൂട്ടി യോജിക്കുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ വര നീളത്തിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ കോണിൻ്റെ താഴെയുള്ള വരമ്മൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. ഇനി നോക്കൂ, ആ പ്രൊട്ടാക്ടറിൽ രണ്ട് അളവുകൾ കാണുന്നുണ്ട് അല്ലേ. താഴെ 0 മുതൽ 10, 20, 30 എന്ന് പോകുന്ന രീതിയിലും 180, 170, 160 ആ ഒരു രീതിയിലുള്ള രണ്ട് അളവുകൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വരൻ്റെ അറ്റത്ത് 0 വരുന്ന ആ ഒരു അളവ്, അവിടുന്ന് അങ്ങോട്ട് മേലേക്ക് അടുത്ത വര വരെ എത്ര ആണ് പോകുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കൂ, 0, 10, 20, 30, 40, 50, 60 ആ വര പോകുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രിയാണ് അല്ലേ. ഓക്കെ അല്ലേ. ഇനി അടുത്ത ആംഗിൾ നോക്കൂ, അതിൽ നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു രണ്ട് ലൈന് കൂട്ടി യോജിക്കുന്ന ഭാഗത്ത് പ്രൊട്ടാക്ടറിൻ്റെ സെൻട്രൽ പോയിന്റ് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ആ പ്രൊട്ടാക്ടറിൻ്റെ വരെയും ആ നമ്മൾ ആംഗിളിൻ്റെ ലൈനും കൂടി ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് 0 വരുന്ന അളവാണ് നമ്മൾ അളക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ എത്രയിലാണ് നിൽക്കുന്നത്? 130ൻ്റെയും 140ൻ്റെയും സെൻറ്ററിൽ, അതായത് 135 ഡിഗ്രി ആയിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രൊട്ടാക്ടർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കണം. അതുപോലെ അളവ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് വരയിലാണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ അറ്റത്തുനിന്ന് 0 വരുന്ന രീതിയിൽ വേണം നമ്മൾ എണ്ണി തുടങ്ങാനായിട്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ ആംഗിൾ നമുക്ക് 60 ഡിഗ്രിയും രണ്ടാമത്തെ ആംഗിൾ നമുക്ക് 135 ഡിഗ്രിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത ആംഗിൾസ് നോക്കൂ. ആ ഒരു ചിത്രത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊട്ടാക്ടർ ആക്കേണ്ടത്? നേരത്തെ പറഞ്ഞു, കോണുകളുടെ ആ രണ്ട് വരകൾ യോജിക്കുന്ന ഭാഗത്ത് വേണം പ്രൊട്ടാക്ടറിൻ്റെ സെൻട്രൽ പോയിന്റ് വരുന്ന രീതിയിൽ വെക്കാനായിട്ടല്ലേ. നോക്കി, ഈ ചിത്രത്തിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടാക്ടർ വെക്കേണ്ടത്. ആ ഒരു സെൻട്രൽ പോയിന്റിൽ പ്രൊട്ടാക്ടറിൻ്റെ സെൻട്രൽ പോയിന്റ് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അളവ് നോക്കേണ്ടത് എങ്ങനെയാണ്? ആ വരയുടെ താഴെയുള്ള വരയുടെ ഏറ്റവും അറ്റത്ത് 0 മുതൽ എണ്ണി തുടങ്ങണം അല്ലേ. അതായത് മുകളിലുള്ളത് 0, 10, 20, 30, 40, 50, 60 രണ്ടാമത്തെ വര വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലാകുന്നില്ലേ? അതായത് ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ വലത് സൈഡിൽ നിന്ന് 0 മുതലാണ് എണ്ണി തുടങ്ങിയതെങ്കിൽ ഈ ചിത്രത്തിൽ എവിടെ നിന്നാണ്? ഇടത് സൈഡിലുള്ള 0 മുതലാണ് എണ്ണി തുടങ്ങുന്നത് അല്ലേ. എന്നിട്ട് ആ വരമ്മൽ 60 നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കോണിൻ്റെ അളവ് എന്ന് പറഞ്ഞത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി അടുത്ത ചിത്രം നോക്കൂ. ഇതിൽ നമ്മൾ എങ്ങനെയാണ് അളവെടുക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടാക്ടർ വെക്കേണ്ടത്? നമുക്കറിയാം, ആ കോണിൻ്റെ രണ്ട് വരകൾ യോജിക്കുന്ന ഭാഗത്ത് പ്രൊട്ടാക്ടറിൻ്റെ സെൻട്രൽ പോയിന്റ് വരുന്ന രീതിയിൽ വെക്കണം. അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഈ ഒരു രീതിയിലും വെക്കാം അല്ലേ. അതായത് ഇപ്പം നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഇതിലും ഈ ഒരു രണ്ട് രീതിയിലും വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കൂ, എത്രയാണ് ഇതിൻ്റെ അളവ്? ആ ഒരു വരയിൽ നിന്ന് 0 മുതലാണ് നമ്മൾ എണ്ണി തുടങ്ങേണ്ടത് അല്ലേ. അപ്പോൾ ഒരു 120ൻ്റെയും 130ൻ്റെയും ഇടയിലായിട്ടൊക്കെയാണ് വരുന്നത്. 125ൻ്റെയും മേലുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ളത് ഒരു സ്ക്രീൻഷോട്ടാണ്, അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് അല്ല അളവ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഒരു പക്ഷേ 125 ആവാം, അല്ലെങ്കിൽ 130 ആവാം. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ ചുളിവൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അത് കറക്റ്റ് അല്ലാത്ത അളവ് കിട്ടുന്നത്. 130 തന്നെ ആയിരിക്കും മിക്കവാറും. ടെക്സ്റ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ മിക്കവാറും ഇത് 130 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ 120 കഴിഞ്ഞിട്ട് 7ാമത്തെ ചെറിയ വരയിലാണല്ലേ. അപ്പോൾ 127 ഡിഗ്രിയാണ് നമുക്ക് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് സ്ക്രീൻഷോട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം, അതുകൊണ്ടാവാം മിക്കവാറും. അപ്പോൾ ഇത് 130 ഡിഗ്രി തന്നെ ആയിരിക്കും. അല്ലാതെ ഞാൻ എഴുതിയത് അതുപോലെ എഴുതാതെ നിങ്ങൾ അളവ് അളന്ന് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ ഇൻ ദി നോട്ട്ബുക്ക്. 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതേ അളവിൽ നമ്മൾ ആ ചിത്രം നമ്മൾ നോട്ട്ബുക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് പിക്ചർ എന്താ നോക്കൂ, ഒരു ട്രയാങ്കിൾ ആണല്ലേ. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, 50 ഡിഗ്രി വീതം 2 ആംഗിളും ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നോട്ട്ബുക്കിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് 4 സെൻറ്റിമീറ്ററിൽ ലൈൻ വരച്ചു കൊടുക്കണം അല്ലേ. അതിനുശേഷം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വരയുടെ ഒരു ഭാഗത്ത് ഒരു പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് താഴേന്ന് പിന്നെ 0 മുതൽ എണ്ണി 50 അല്ലേ, 50ൻ്റെ സ്ഥാനത്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ 2 പോയിൻ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു രൂപം കിട്ടും. ഇനി നമ്മൾ മറ്റേ സൈഡിലും 50 ഡിഗ്രി മാർക്ക് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ആ ഭാഗത്തും പ്രൊട്ടാക്ടർ ഈ ഒരു രീതിയിൽ, അതായത് അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ആ ഒരു പോയിൻറ്റിന് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് താഴെ നിന്ന് ആ ഒരു വരൻ്റെ അറ്റത്തുനിന്ന് 0 വരുന്ന അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയിട്ട് 50 അവിടെ കറക്റ്റായിട്ട് നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ 2 പോയിൻറ്റും നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞാൽ താഴെ 4 സെൻറ്റിമീറ്റർ പിന്നെ സൈഡ് വരുന്ന 2 ആംഗിൾസും 50 ഡിഗ്രി വീതം വരുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത ചിത്രം നോക്കൂ, അതൊരു ട്രയാങ്കിൾ തന്നെയാണ് അല്ലേ. സൈഡ് 5 സെൻറ്റിമീറ്ററും അതിൻ്റെ തൊട്ടടുത്തുള്ള 2 ആംഗിൾസ് ഒന്ന് 30 ഡിഗ്രി ഒന്ന് 90 ഡിഗ്രിയും വരുന്ന രീതിയിലുള്ള ഒരു ട്രയാങ്കിളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് ആദ്യം നമുക്കിതുപോലെ 5 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അല്ലേ. ശേഷം നമുക്ക് അതിൻ്റെ ഇടത് ഭാഗത്ത് 30 ഡിഗ്രി അല്ലേ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊട്ടാക്ടർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ 30 ഡിഗ്രിയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. പ്രൊട്ടാക്ടർ എങ്ങനെയാണ് വെക്കേണ്ടത്, ഏത് ഭാഗത്തു നിന്നാണ് 30 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ലേ. അതായത് ആ ഒരു വരയുടെ ഇടത് ഭാഗത്താണ് 30 ഡിഗ്രി നമുക്ക് അളവ് മാർക്ക് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആ ഒരു പോയിന്റിൽ നമ്മൾ പ്രൊട്ടാക്ടറിൻ്റെ സെൻട്രൽ പോയിന്റ് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ അറ്റത്തുനിന്ന് 0 വരുന്ന അല്ലേ, അപ്പോൾ 30 എവിടെയാണോ നോക്കിയിട്ട് 30ന് കറക്റ്റായിട്ട് അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇനി അത് നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് 30 ഡിഗ്രിയിൽ ഒരു ആംഗിൾ കിട്ടും അല്ലേ. ഇനി എന്താ വേണ്ടത്, മറ്റേ സൈഡിൽ നമുക്ക് 90 ഡിഗ്രിയിലുള്ള ഒരു ആംഗിളാണ് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ചിത്രത്തിൽ കാണുന്ന പോലെ പ്രൊട്ടാക്ടർ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ 90 ഡിഗ്രി അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലേ. 90ൻ്റെ മേലായിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ചിത്രം കിട്ടും. ഇനി നമുക്കതിൽ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞാൽ താഴത്തെ സൈഡ് 5 സെൻറ്റിമീറ്ററും 2 ആംഗിൾസ് ഒന്ന് 30 ഡിഗ്രി ഒന്ന് 90 ഡിഗ്രി വീതമുള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത പിക്ചർ നോക്കൂ, 6 സെൻറ്റിമീറ്റർ ഒരു ലൈന് കാണുന്നുണ്ട് അല്ലേ. ആ ലൈനിൻ്റെ താഴെ മേലെ 2 വശത്തും 20 ഡിഗ്രി വീതമുള്ള ആംഗിൾസും ഉണ്ട്. എന്നിട്ട് ഈ ഒരു രൂപമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അളവ് തന്നിട്ടുള്ള ആ ഒരു വരയല്ലേ, ആ ഒരു ലൈൻ ആദ്യം വരയ്ക്കാം. സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് അങ്ങനെ 6 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, 20 ഡിഗ്രി വീതമുള്ള കോണുകൾ അടയാളപ്പെടുത്തണം അല്ലേ. ഈ വരയുടെ 2 ഭാഗത്തും മുകളിലും താഴെയായിട്ട് 20 ഡിഗ്രി വീതമുള്ള കോണുകൾ അടയാളപ്പെടുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ഒരു വരയുടെ ഇടത് ഭാഗത്ത് മുകളിലാണ് 20 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രൊട്ടാക്ടർ ഈ ഒരു രീതിയിൽ, അതായത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആ വരയുടെ ഇടത് ഭാഗത്ത് പിന്നെ വരുന്ന രീതിയിൽ വെച്ചിട്ട് 20 ഡിഗ്രി കറക്റ്റായിട്ടൊരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. ഇനി ആ ഒരു വര നീട്ടി വരച്ചു കൊടുക്കുക. ഇനി അതുപോലെ തന്നെ 20 ഡിഗ്രി താഴെ അടയാളപ്പെടുത്തണം അല്ലേ. അപ്പോൾ താഴെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടാക്ടറിനെ നമുക്ക് ഈ ഒരു രീതിയിൽ തിരിച്ചു വെക്കാം അല്ലേ. അപ്പോൾ ആ സെൻട്രൽ പോയിൻ്റ് ആ ഒരു വരയുടെ പിന്നെ അറ്റത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് പിന്നെ ആ വരയുടെ ഈ ഭാഗത്തുനിന്ന് 0 മുതൽ തുടങ്ങണേ ആ 20 ഡിഗ്രി എന്നുള്ള ആ 20ൻ്റെ നേരെ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആ ലൈന് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ചിത്രം കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം വരച്ച ആ വരയുടെ വലത് ഭാഗത്തും എന്ത് ചെയ്യണം, മുകളിലും താഴെയും 20 ഡിഗ്രി വീതം മാർക്ക് ചെയ്യണം അല്ലേ. വലത് ഭാഗത്ത് താഴെയാണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അതിന് വേണ്ടി എന്താ ചെയ്തത്, പ്രൊട്ടാക്ടർ വലത് ഭാഗത്തേക്ക് നീക്കി വെച്ചു അല്ലേ. അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് വലത് ഭാഗത്ത് ആ പോയിൻറ്റിക്ക് കറക്റ്റാക്കിയിട്ട് വെച്ചു. എന്നിട്ട് താഴെ ആ ഒരു വരയുടെ ഈ അറ്റത്തുനിന്ന് 0 മുതൽ എണ്ണുന്ന രീതിയിൽ 20 എന്ന് കണ്ടില്ലേ, താഴത്തെ അക്കം 0, 10, 20 അങ്ങനെ കണ്ടില്ലേ, അതിൽ ആ 20ൻ്റെ നേരെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ പ്രൊട്ടാക്ടർ മാറ്റി വെച്ചിട്ട് ആ വരയും ഇതുപോലെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകൾ ഭാഗത്തും 20 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രൊട്ടാക്ടർ ആ വരയുടെ വലത് ഭാഗത്ത് ഈ ഒരു രീതിയിൽ വെക്കുക അല്ലേ. അതിൻ്റെ വലത് ഭാഗത്തെ ആ ഒരു പോയിൻറ്റിക്ക് കറക്റ്റാക്കിയിട്ട് ആ ഒരു പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെക്കുക. എന്നിട്ട് ഈ വരയുടെ ഈ ഭാഗത്തു നിന്ന് 0 മുതൽ എണ്ണിയിട്ട് 20 അല്ലേ, ആ 20ൻ്റെ നേരെ കറക്റ്റായിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് നീട്ടി വരച്ച് കൊടുക്കുക അല്ലേ.
ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആ ഒരു ചിത്രത്തിലുള്ള പോലെ നടുവിൽ 6 സെൻറ്റിമീറ്റർ, മുകളിലും താഴെയും രണ്ട് വശത്തും 20 ഡിഗ്രി വീതമുള്ള കോണുകളുമായിട്ട് ആ ഒരു ചിത്രത്തിലുള്ള പോലെയുള്ള രൂപം നമുക്ക് കിട്ടിയല്ലോ അല്ലേ? നോക്കൂ, നമുക്കിതിലൊരു ചിത്രം കൂടെ വരയ്ക്കാനുണ്ടല്ലോ. അതിൻ്റെ അളവുകൾ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? താഴെ 5 സെൻറ്റിമീറ്റർ ഒരു സൈഡ് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് 60 ഡിഗ്രി ഒരു ആംഗിൾ, അതിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ. മറ്റേ ഭാഗത്ത് 120 ഡിഗ്രിയിലുള്ള ഒരു ആംഗിൾ, അതിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ. മുകളിൽ അത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു അളവുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയായി ചിത്രം വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ഇതുപോലെ 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു കൊടുക്കണം അല്ലേ? ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആ ഒരു ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 60 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരയ്ക്കണം അല്ലേ? എന്ത് ചെയ്യുക? പിന്നെ ആ ഒരു വരയുടെ ഇടത് ഭാഗത്ത് പിന്നെ ആ പോയിന്റിൽ കറക്റ്റാക്കിയിട്ട് പ്രൊട്ടക്ടറിൻ്റെ ആ സെൻട്രൽ പോയിന്റ് കറക്റ്റാക്കിയിട്ട് വെക്കുക. എന്നിട്ട് നോക്കൂ, ആ 0 താഴെ ഈ വരയുടെ ഈ ഭാഗം മുതലുള്ള 0 നമ്മൾ എണ്ണേണ്ടത് അല്ലേ? 0 മുതൽ ഏതുവരെ? 60ലാണ് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആ വര ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ ആ ഒരു 5 സെൻറ്റിമീറ്റർ വരയുടെ വലത് ഭാഗത്ത് എത്ര ഡിഗ്രിയാണ് വേണ്ടത്? 120 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ 120 ഡിഗ്രിയിലൊരു കോണ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ടർ ആ വരയുടെ വലത് ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 120ലാണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ്, എവിടെ മുതലാണ് അളവെടുക്കേണ്ടത്? ഈ വരയുടെ ഈ അറ്റത്ത് 0 വരുന്ന രൂപത്തിൽ നിന്ന് ഇങ്ങനെ എണ്ണിപ്പോകണം. അങ്ങനെ 120, അതായത് മുകളിലുള്ള അളവാണ് നമ്മളപ്പോൾ അതിന് നോക്കേണ്ടത്. അപ്പോൾ അതിൽ 120ൻ്റെ അവിടെ ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇനി അത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രൂപമാവും അല്ലേ? ഇനി നമുക്ക് ഏതൊക്കെ അളവാണ് തന്നിട്ടുള്ളത്? ആ ചരിഞ്ഞ വശങ്ങൾ 2-3 സെൻറ്റിമീറ്റർ വീതമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് അതിൽ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് 2 വരയമ്മലും 3 സെൻറ്റിമീറ്റർ വീതം അടയാളപ്പെടുത്തിയിട്ട് അത് കൂട്ടി യോജിപ്പിച്ചാൽ ഇതുപോലെ രൂപം നമുക്ക് കിട്ടുമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മായ്ച്ച് കളയണം അല്ലേ? അപ്പോൾ എന്താവും? ഈ ഒരു രൂപം നമുക്ക് കിട്ടുമല്ലേ? അതായത് താഴത്തെ സൈഡ് 5 സെൻറ്റിമീറ്ററും പിന്നെ 2 ആംഗിൾസ്, ഒരു സൈഡിലുള്ളത് 60 ഡിഗ്രിയും ഒരു സൈഡിലുള്ളത് 120 ഡിഗ്രിയും, പിന്നെ ആ ചരിഞ്ഞ വശങ്ങൾ എത്ര വീതമാണ്? 3 സെൻറ്റിമീറ്റർ വീതമുള്ള ഈ ഒരു രൂപം നമുക്ക് വരയ്ക്കാൻ പറ്റൂലേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.